نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഉസീക്കും വഇയ്യായ വലം ബിതഖ്വല്ലാഹ്. പരിശുദ്ധ റമദാനിലൂടെ അതിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നമ്മൾ. ഇനിയൊരു ജുമുഅ അവസാനത്തെ 10ലായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന, ശഫാഅത്ത് നടത്തുന്ന വിഭാഗത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെടുത്തുകൊണ്ടിരിക്കുന്ന നോമ്പിലൂടെ പ്രധാനമായും അള്ളാഹു നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ഇച്ഛയെ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ കടിഞ്ഞാണിടുക എന്നുള്ളത് ഇത് വലിയ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. തീർച്ചയായും മനസ്സ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നല്ല പോലെ മനസ്സ് തെറ്റിനെ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. മനസ്സിൻ്റെ ഷർറ് വല്ലാത്തതാണ്. ഖുതുബയുടെ ആരംഭത്തിലും അതാണ് നമ്മൾ പറയുന്നത്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വശർറൽ ഉമൂരി മുഹ്ദസാതുഹ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നഊദു ബില്ലാഹി മിൻ ശുറൂരി അംഫുസീന, അള്ളാഹുവെ ഞങ്ങളുടെ നഫ്സിൻ്റെ ഷർറിൽ നിന്ന് നിന്നോട് ഞങ്ങൾ രക്ഷ തേടുന്നു എന്നതാണ് നമ്മൾ അള്ളാഹുവിനോട് ഖുതുബയുടെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഖുതുബ ആരംഭിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയിലും നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയെ അല്ലാഹുമ്മ ആലിമുൽ ഗൈബി വശഹാദ എന്ന് പറഞ്ഞു തുടങ്ങി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി. അള്ളാഹു എൻ്റെ മനസ്സിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. തുടർന്നാണ് ഒമിൻ ശർരി ശൈത്വാൻ, ശൈത്വാൻ്റെ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടാൻ നമുക്ക് ഒരു നിരന്തരമായ ഒരു പരിശീലനം വർഷത്തിലൊരിക്കൽ നോമ്പിലൂടെ ഒരുക്കി. അവിടെ നമ്മുടെ കണ്ണുകൾക്ക് നോമ്പുണ്ട്, നമ്മുടെ നാവിന് നോമ്പുണ്ട്, നമ്മുടെ ചെവികൾക്ക് നോമ്പുണ്ട്, നമ്മുടെ മറ്റു ശരീര അവയവങ്ങൾക്കെല്ലാം നോമ്പുണ്ട്. പക്ഷേ അധികം ആളുകളും
അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള ഒരു നോമ്പിനെ മാത്രമാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ കണ്ണുകളെ നിയന്ത്രിക്കാൻ കണ്ണ് നോമ്പുകാരനായി മാറുന്നില്ല, അവരുടെ നാവുകൾ നോമ്പുകാരനായി മാറുന്നില്ല, മറ്റു ശരീര അവയവങ്ങൾ നോമ്പുകാരനായി മാറുന്നില്ല എങ്കിൽ അള്ളാഹു പറയുന്നത് ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹുവിന് ആവശ്യമില്ല. അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് വലിയ ആവശ്യമൊന്നുമില്ല എന്നതാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും മുഴുവനും നോമ്പിലാണ് എന്ന ആ ഒരു ചിന്തയോടു കൂടിയായിരിക്കണം നമ്മുടെ സമയങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. മനസ്സിനെ കടിഞ്ഞാണിടാൻ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയാണ് സ്വർഗത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയുന്ന സ്വർഗം ആർക്കാ ലഭിക്കുക? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അപ്പോൾ ഏതൊരാൾ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നുവോ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ കാണുന്നതും വിചാരണയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആര് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നു, അതാ വനഹൻ നഫ്സ അനിൽ ഹവ, തൻ്റെ ഇച്ഛയെ ആര് കടിഞ്ഞാണിടുന്നുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവനാണ് സ്വർഗമുള്ളത്. ഇതാണ് പരിശുദ്ധ ഖുർആന് നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്ന് അശ്രദ്ധമായാൽ മതി. അതിന് തൊട്ട് മുമ്പ് പറയും ഫഅമ്മാ മൻ ത്വഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ആര് അതിര് കവിയുന്നുവോ, ഇഹലോക ജീവിതത്തിന് കൂടുതൽ ആര് പ്രാധാന്യം നൽകുന്നുവോ അവന് കാത്തിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിന, അല്ലാഹുവേ ദുനിയാവ് ഞങ്ങളുടെ വലിയ ഒരു ഹമ്മാക്കി നീ മാറ്റരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, എല്ലാ സുഖങ്ങളും ഉള്ളത് അത് നമ്മുടെ മരണം മുതലാണ് നമുക്കത് ആസ്വദിക്കുവാനുള്ളത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടാൻ നമുക്ക് ശക്തമായ ഒരു പ്രേരണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് നമ്മുടെ ഈ സമയത്ത് നമുക്ക് ക്രമീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാളുകൾ, അവർ ബദർ യുദ്ധത്തിൽ അവർക്ക് പങ്കെടുക്കാൻ അവർക്ക് കഴിയാത്തതിലുണ്ടായിരുന്ന സങ്കടം അവർ ഉഹദ് യുദ്ധത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവർ തീർക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? അവർ നിരാശയായിരുന്നു. ബദറിൽ രക്തസാക്ഷിത്വം വഹിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, കഴിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അതിനൊരു പ്രതിക്രിയ എന്നുള്ള രൂപത്തിൽ രണ്ടുപേർ സ്വീകരിച്ച രീതി നമുക്ക് കാണുവാൻ കഴിയും. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉഹുദിൻ്റെ വേളയിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പറയാണ്, അലാ തഅതി ഫനദുല്ലാഹ്, നീ വരുന്നില്ലേ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവിൻ്റെ വഴിയിൽ സ്നേഹിക്കുന്ന രണ്ടാളുകൾ, അങ്ങനെയാണ് അവർ. അള്ളാഹുവിൻ്റെ വഴിയിൽ സ്നേഹിക്കുന്ന ആളുകളെ ഈമാനികമായി അവർ ക്ഷണിക്കും, ഈമാനികമായ സദസ്സിലേക്ക് ക്ഷണിക്കും. യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നീ വരുന്നില്ലേ എന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുക, നീ ആമീൻ പറയാം, താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ആമീൻ പറയാം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇദാ ലഖീതുൽ അദുവ്വ ഗദൻ, അല്ലാഹുവേ നാളെ ഞാൻ ശത്രുവിനെ കാണുകയാണ് എങ്കിൽ ഫലഖിനി റജുലൻ ഷദീദ, എനിക്ക് നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാളെ നീ എനിക്ക് എതിരാളിയായിട്ട് തരണം. ഉഖാതിലുഹു ഫീക, ഞാൻ നിന്റെ വഴിയിൽ അവനുമായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ യുദ്ധം ചെയ്യും. വയുഖാതിലുനി, അവൻ എന്നോടും സമരം ചെയ്യും, യുദ്ധം ചെയ്യും. അങ്ങനെ എനിക്ക് അയാളെ പരാജയപ്പെടുത്താനും അയാളെ കൊല്ലാനും എന്നിട്ട് അയാളുടെ യുദ്ധാർജിത സ്വത്തുക്കൾ എനിക്ക് എടുക്കുവാനും അങ്ങനെ വിജയം കൈവരിക്കുവാനും എനിക്ക് നീ അവസരം നൽകണമേ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അദ്ദേഹം ആമീൻ പറഞ്ഞു. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഊഴമാണ്. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഊഴമാണ്.
അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ർസുഖ്നി ഗദൻ റജുലൻ ഷദീദൻ ബഅസുഹു ഷദീദൻ ഹർദുഹു ഉഖാതിലുഹു ഫീക വയുഖാതിലുനി ഫയഖ്തുലുനി ثم يأخذني فيجدع أنفي وأذني. ഇതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, എനിക്ക് നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാളെ നീ എനിക്ക് നൽകണം. അയാൾ എന്നോട് യുദ്ധം ചെയ്യണം, ഞാൻ അയാളോട് തിരിച്ച് യുദ്ധം ചെയ്യും. അങ്ങനെ ഫയഖ്തുലുനി, ഞാനതിൽ കൊല്ലപ്പെടണം, ഞാനതിൽ വിജയിക്കണം എന്നല്ല പറയുന്നത്, ഞാനതിൽ കൊല്ലപ്പെടണം. സുമ്മ യഅഖുദുനി, എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? എൻ്റെ മൂക്ക് അവൻ അരിഞ്ഞെടുക്കണം, എവൻ്റെ ചെവി അവൻ അരിഞ്ഞെടുക്കണം. ഫൈദാ ലഖീതുക, അങ്ങനെ ഞാൻ നിന്നെ കണ്ടുമുട്ടുമ്പോ ഖുൽത, നീ എന്നോട് ചോദിക്കണം, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമ, ഫീ മജദി അൻഫുക വഉദുനുക, നിന്റെ ചെവിയും അതുപോലെ തന്നെ നിന്റെ മൂക്കിനും എന്ത് പറ്റി എന്ന് നീ ചോദിക്കുമ്പോ ഫഅഖൂലു, എനിക്ക് പറയാൻ കഴിയണം, ഫീക വഫീ റസൂലിക, നിന്റെയും നിന്റെ റസൂലിൻ്റെയും വഴിയിൽ ഞാൻ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ഭാഗമാണിത് എന്ന് എനിക്ക് പറയാൻ കഴിയണം. ഫതഖൂലു, അങ്ങനെ നീ പറയണം, സ്വദഖ്ത, നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് നീ പറയണം. അങ്ങനെ പറയുവാൻ ഉതകുന്ന രൂപത്തിൽ എനിക്ക് നാളെ ഉഹദിൻ്റെ യുദ്ധവേളയിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം നൽകണമേ എന്ന് അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. ആ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഉഹദിൻ്റെ വേളയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന രക്തസാക്ഷിത്വം വഹിക്കുന്നവനാണ്. ഇതായിരുന്നു പൂർവികരായിട്ടുള്ള ആളുകൾ. എത്ര ചെയ്താലും പോരാ എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു. ആലോചിക്കുക, നമ്മൾ സ്വർഗത്തിൽ രണ്ടാമത് വാഗ്ദാനം ചെയ്തിട്ടുള്ള അബൂബക്കറും ഫിൽ ജന്ന എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞിരുന്നത് ഉമറും ഫിൽ ജന്ന എന്നായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക് വജഅൽ മൗതി ഫീ ബലദി റസൂലിക്, അല്ലാഹുവേ, നിന്റെ വഴിയിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം നൽകണം. ഒരു സാധാരണ മരണം എനിക്ക് വേണ്ട ആവശ്യമില്ല, ഞാൻ മരിക്കുന്നത് നിന്റെ വഴിയിലാവണം. ഞാൻ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിന്റെ റസൂലിൻ്റെ, നിന്റെ ദൂതൻ്റെ നാട്ടിൽ മദീനയിൽ എനിക്ക് മരിക്കുവാനും നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതായിരുന്നു ഇവരുടെയൊക്കെ പ്രാർത്ഥന എങ്കിൽ നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാൻ എങ്ങനെയായിരുന്നു? നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് ആ റമദാന് കഴിഞ്ഞ് വീണ്ടും അല്ലാഹു നമുക്കൊരു റമദാനെ തന്നില്ലേ? ഈ റമദാൻ എങ്ങനെയാണ്? നമ്മുടെ പാരായണം, ഖുർആൻ പാരായണം എവിടെ എത്തി? ആലോചിക്കുക. നമ്മൾ സാമ്പത്തികമായി നമ്മൾ ചെലവഴിക്കുന്നിടത്ത് നമ്മൾ എവിടെയുണ്ട് എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നോമ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. അതിന് നമ്മെ പ്രേരിപ്പിക്കേണ്ട കാര്യമാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ എല്ലാം ഒന്നും സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ചുറ്റുപാടുകൾ പ്രയാസകരമായ അവസ്ഥയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ മുസ്ലിം രാഷ്ട്രങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥകൾ അനുഭവിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങളാണ് അവിടെയുള്ളത്. ആ ആളുകൾ ഭയാശങ്കകളോടുകൂടി കഴിച്ചു കൂട്ടുമ്പോൾ, അവരുടെ കുടുംബങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഓർക്കുവാനുള്ളത് ബദർ തന്നെയാണ്. നമുക്ക് ഓർക്കുവാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ വിവിധങ്ങളായിട്ടുള്ള സമരമുറകൾ തന്നെയാണ്. അവിടെയെല്ലാം അല്ലാഹുവിൻ്റെ സഹായമുണ്ടായത്. 1000-ഓളം വരുന്ന ആളുകളോട് 300-ഓളം വരുന്ന ആളുകൾ അടരാടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചത് അവരുടെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ആയിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരുന്നു? അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അവരുടെ ഇഖ്ലാസുമായിരുന്നു അത്. അവർ വെച്ചു പുലർത്തിയിരുന്ന ഇഖ്ലാസ്, അവർ വെച്ചു പുലർത്തിയിരുന്ന ഇബാദത്തുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് വിജയത്തിന് കാരണമായി തീരുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അഭാവത്തിൽ നമ്മൾ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത്, സൂറത്ത് ഫതഹ്, അൽ ഫതഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ വളരെയേറെ പ്രിയപ്പെട്ടതായ, അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫതഹ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതാണതെന്നറിയോ?
അല്ലാഹു പറയാ വഹുവല്ലദീ കഫ അയ്ദിയഹും അൻകും വഅയ്ദിയകും അൻഹും ബിബത്നി മക്ക മിൻ ബഅദി അൻ അദ്ഫറകും അലൈഹിം വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ ഹുമുൽ ലദീന കഫറൂ വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി വൽ ഹദിയ മഅകൂഫൻ അൻ യബ്ലുഗ മഹില്ല വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ ലം തഅലമൂഹും അൻ തതഊഹും ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽം ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാഉ ലൗ തസയ്യലൂ ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും അദാബൻ അലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിന് അറിയില്ല ആരാണ് അവിടുത്തെ മുഅ്മിനീങ്ങളായ ആളുകൾ എന്നുള്ളത്. റസൂലിനോടൊപ്പമുള്ള സഹാബാക്കൾക്കും അറിയില്ല ആരാണ് അവിടുത്തെ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ എന്നുള്ളത്. അവർ ഉള്ളിൽ വിശ്വാസം വെച്ച് പുലർത്തി അവർ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഹുദൈബിയയുടെ ആ ഒരു സന്ദർഭം വരുന്നത്. അവിടെ ഒരു യുദ്ധം നടക്കാനുള്ള പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഏഴാം ആകാശത്തിന്റെ ഉപരിയിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ഇടപെടുന്നുണ്ട്. ഒരു യുദ്ധത്തിന്റെ അവസ്ഥ അവിടെ ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്താ അറിയോ? വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്ത്. പുരുഷന്മാരായിട്ടുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള ഒരു വിഭാഗം പുരുഷന്മാരും മുഅ്മിനാത്തുകളായിട്ടുള്ള ഒരു വിഭാഗം സ്ത്രീകളും ലം തഅലമൂഹും അവരെക്കുറിച്ച് താങ്കൾക്കറിയില്ല. അൻത തഊഹും ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽം. അറിവില്ലായ്മ മൂലം എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ അവരെ അറിയുകയില്ല. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം വരുമ്പോൾ അവരും കൂടെ ഈ അക്രമങ്ങൾക്ക് വിധേയരാകും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ അല്ലാഹു പറയാ ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും അദാബൻ അലീമാ. അവരിലെ സത്യനിഷേധികളായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷ നാം നൽകുക തന്നെ ചെയ്യുമായിരുന്നു. ഞാനിത് പറഞ്ഞത് എവിടെയും ഈമാനും അമൽ സ്വാലിഹാത്തുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് അവരോടൊരു പ്രത്യേകമായൊരു പരിഗണനയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെയും ചുറ്റുപാടുകളിൽ പ്രയാസങ്ങൾ നിർഭയത്വങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുന്നുണ്ട് എങ്കിൽ ഈമാന് മുറുകെ പിടിച്ചുകൊണ്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായി മടങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. രണ്ട് രാഷ്ട്രങ്ങളും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നതാണ്, അവർ നമുക്ക് അനുകൂലമാണ് എന്ന് പറയേണ്ട ആളുകളല്ല. നമ്മളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഞങ്ങളുടെ വിഭാഗമാണല്ലോ, മുസ്ലിം അനുയായികളാണല്ലോ, അവിടെ മക്കയുണ്ടല്ലോ, അവിടെ മദീനയുണ്ടല്ലോ, അവിടെ ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ദയാക്ഷിണ്യത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളല്ല രണ്ട് വിഭാഗം ആളുകളും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കുള്ളത് ആരാണ്? അല്ലാഹുവാണ്, ഹസ്ബി അല്ലാ എന്നുള്ള ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആ ഒരു രൂപത്തിലൂടെ ആയിരിക്കണം നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് ഇനിയും മുന്നോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ബദർ നമുക്ക് നൽകുന്ന പാഠം യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളെ നേർക്ക് നേരെ ആ ഒരു കാണുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കാരത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് തിരിഞ്ഞത് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിക്കുന്നുണ്ട്. അള്ളാഹു മലക്കുകളെ ഇറക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സഹായിക്കുന്നത് നമ്മൾ കാണുന്നു. മാത്രമല്ല ആ ബദറിൽ ഉന്നതമായ വിജയം അള്ളാഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇത് നമുക്കുള്ള ഒരു പാഠം എന്താണ്? എങ്ങനെയാണ് ബദറിൽ അവർക്ക് എന്ത് ചെയ്ത് രക്ഷ ലഭിച്ചത്? ഈ ബദറിലൂടെ ഇതിൽ ഞങ്ങൾ പങ്കെടുത്ത് ഞങ്ങൾ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും, അഥവാ പരാജയമാണ് ഞങ്ങൾക്ക് വരുന്നത് എങ്കിൽ ആ പരാജയത്തിലൂടെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും ലഭിക്കും, രക്തസാക്ഷിത്വവും ലഭിക്കും എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു അവരെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവണം. നോക്കൂ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മനസ്സിനെ അലട്ടേണ്ടത്. പലപ്പോഴും നമുക്ക് നന്മകൾ ചെയ്യുവാൻ നമുക്ക് തടസ്സമായി തീരുന്നത് മനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥകളാണ് എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലെന്തുണ്ട്? സ്ത്രീകളുണ്ട്, അതിൽ മക്കളുണ്ട്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തിറതി മിനൽ ദഹബി വൽ ഫിദ്ദ. സുയ്യിന ലിന്നാസ്, മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? അലങ്കാരമായി തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ. അതുപോലെ തന്നെ കെട്ടിപ്പൂട്ടി ശേഖരിച്ചു വെക്കുന്ന സമ്പത്തുകൾ, സന്താനങ്ങൾ, ഇതൊക്കെ മനുഷ്യനേറെ പ്രിയമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലകൾ വരുമ്പോൾ മനസ്സിനെ കടിഞ്ഞാണിടാൻ കഴിയാതെ ആ മേഖലയിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാ, ഖുൽ അഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകളുടെ സ്വർഗം എന്ന് പറയുന്നത് ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീന വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫ വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം കമൻ ഹുവ ഖാലിദുൻ ഫിന്നാരി വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും. അല്ലാഹു പറയാണ്, മസലുൽ ജന്ന, സ്വർഗത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് മുത്തഖീങ്ങൾക്ക് ഒരുക്കിയ സ്വർഗം. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, അവിടെ രുചിമാറ്റം വരുത്തപ്പെടാത്തതായ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ പുഴകളാണ് അവിടെയുള്ളത്. വഅൻഹാറും മിൻ ലബനിൻ, പാലുകൾ കൊണ്ടുള്ള, അതുപോലെ തന്നെ ലം യതഗയ്യർ തഅമുഹു, രുചിമാറ്റം വരാത്ത പാലുകളുള്ള, അതുപോലെ തന്നെ മനുഷ്യന് ആസ്വാദനം നൽകുന്ന, മദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ രൂപത്തിലൂടെയുള്ള പുഴകളൊരുങ്ങിയ, അതുപോലെ തന്നെ തേനുകളുടെ പുഴകളുള്ള സ്വർഗമാണ് മുത്തഖീങ്ങൾക്കുള്ളത്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, മാത്രമല്ല അവർക്ക് എല്ലാ തരത്തിലുള്ള പഴങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും അവരെ കാത്തിരിക്കുന്നുണ്ട്. അവർ ആണോ കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ ശാശ്വതരായിട്ടുള്ള ആളുകളെ പോലെയാണോ അവർ? വസുഖൂ മാഅൻ ഹമീമ, അതുപോലെ തന്നെ കൊടും ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന, ആ കുടിക്കുന്നതോടുകൂടി അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കി കളയുന്നതായിട്ടുള്ള ആ നരവകാവകാശികളെ പോലെയാണോ സ്വർഗത്തിൻ്റെ ആളുകൾ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഈ സ്വർഗം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴം വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അവർ കുതിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് ഇതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന് വീണ്ടും തഹജ്ജുദിലൂടെ ദുആഉൽ ഇഫ്തിതാഹിലൂടെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അൻതൽ ഹഖ്, അല്ലാഹുവേ നീ യാഥാർത്ഥ്യമാണ്, വവഅദുക ഹഖ്ഖുൻ, നിന്റെ വാഗ്ദാനങ്ങൾ അത് യാഥാർത്ഥ്യമാണ്, വൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗ്ഗം അത് യാഥാർത്ഥ്യമാണ്, വന്നാറു ഹഖ്ഖുൻ, നരകവും അത് യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം വാക്കുകൾ ഉരുവിട്ടുകൊണ്ടായിരുന്നു രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്ന പോലെ ഈ ദുനിയാവിനോട് വിട പറയേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ വിട പറയുന്ന സമയത്ത് നമുക്കേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഇച്ഛകളാണ്, നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകളാണ്. നമ്മളെവിടേക്കൊക്കെ നോക്കുന്നു, എന്തെല്ലാം നമ്മൾ കാണുന്നു, എവിടെ നിന്നൊക്കെ നമ്മൾ സമ്പത്ത് എടുക്കുന്നു, എവിടേക്കൊക്കെ നമ്മളത് വിനിയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ദോഷങ്ങൾ വരുത്തും. മരണത്തെ വേദനാജനകമായ ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് നമ്മളൊന്ന് ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നാലുണ്ടാകുന്ന ഒരു പ്രയാസം എത്രയാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ. എന്നാൽ 6 അടി മണ്ണിൽ, ആ ഇരുണ്ട റൂമിൽ, ആ ഒരു മണ്ണിൽ, 6 അടി മണ്ണിൽ, ആ ഇരുട്ടറയിൽ, അത് മാത്രമല്ല അവിടെ ഉണ്ടാവുക. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അവിടെ അവൻ അനുഭവിക്കേണ്ടി വരുമെന്നും എല്ലാ നമസ്കാരങ്ങളിലൂടെയും നമ്മൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അവിടേക്കുള്ള വിഭവം, ആ ഖബറിനെ വിശാലമാക്കാൻ, കണ്ണെത്താത്ത ദൂരത്തേക്ക് അതിനെ വിശാലമാക്കാൻ, സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങൾ അണിയാൻ, സ്വർഗീയ കാഴ്ചകൾ കാണാനുള്ള അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ ഈ റമദാനിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാൻ ഇനി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടാൽ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? അവസാനത്തെ 10ലേക്കാണ്. ഒരു ഒരുക്കം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, തൻ്റെ അരക്കൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ മുറുക്കിയെടുക്കും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അരയും മുണ്ടും മുറുക്കിയിട്ട് ഇറങ്ങുക എന്ന് പറയാറില്ലേ, ഇതുപോലെ. മാത്രമല്ല രാത്രിയെ ജീവിപ്പിക്കും. അതിൻ്റെ ശേഷം കുടുംബത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോടൊപ്പം കൂട്ടും എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഒരുക്കം, ആ ഒരു അവസാനത്തെ 10നെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം, അതൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്ന ആളുകൾ
ഇതിനു വേണ്ടി മത്സരിക്കട്ടെ എന്ന് പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്വർഗം അകലെയല്ല, നമ്മുടെ കാലിൻ്റെ അടുക്കലുണ്ട്, കാലിനരികിലുണ്ട്. ചെരുപ്പിൻ്റെ വാറി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സ്വർഗം നമ്മുടെ അടുക്കലുണ്ട്. ചെരുപ്പിൻ്റെ വാറി എത്രത്തോളം നമുക്ക് അടുത്തുണ്ടോ അത്ര തന്നെ നരകവും നമ്മുടെ അടുക്കലുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് ആസ്വാദനങ്ങളുണ്ട്. യുമത്തിഉക്കും മത്താഅൻ ഹസന, നല്ല ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ഇതാരാ? അള്ളാഹുവിനെ ഭയപ്പെട്ട് സ്വർഗത്തെ കണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവുണ്ട്. അവരുടെ കുടുംബം അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണ്ണമാക്കി തീർക്കും. അവരുടെ റിസ്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കും. പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമയും സഹനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. എല്ലാ മനസ്സിൻ്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണോ പോകുന്നത് എങ്കിൽ ആസ്വാദനങ്ങൾ ലളിതമാണ്, വളരെ ചുരുങ്ങിയതാണ്. അത് ഏത് സമയത്തും അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ പേറേണ്ടി വരും. ദുനിയാവിൽ പേറേണ്ടി വരും, ഖബറിൽ പേറേണ്ടി വരും, മഹ്ശറയിൽ പേറേണ്ടി വരും. ശാശ്വതമായ നരകത്തിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അതല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. വല്ലാഹു യുരീദു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങണം. അവനൊരുക്കിയ സ്വർഗത്തിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ നൽകിയത് എന്നുള്ള ഒരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഇല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, ഒരു റമദാന് വന്നിട്ട് അവന് പാപമോചനം ലഭിക്കുവാൻ അത് സാധ്യമായിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരത്താവട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അതിനാമീൻ പറഞ്ഞത് ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലും നമുക്ക് അനുകൂലമല്ല ഈ വിഷയത്തിൽ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യനായിട്ടുള്ള വ്യക്തി അതാരാണ്? മഹാനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ഈ റമദാന് നമ്മുടെ മുമ്പിൽ തന്നിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇതിലൂടെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുവാൻ നമുക്ക് കാരണമായിട്ടില്ല എങ്കിൽ, നമുക്ക് നേരെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞത് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ തയ്യാറാവുക. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല പോരായ്മകൾ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് അവസാനത്തെ റമദാൻ എന്ന പോലെ ഈ റമദാനിനെ നോക്കിക്കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കുവാനുള്ള എല്ലാവിധ അവസരങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم على نبينا محمد. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, പിശാച് നമുക്കിടയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പക്ഷെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോ അനുധാവനം ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. അത് എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും പുണ്യകരമായ സ്ഥലങ്ങളാണ്, പുണ്യമായ ദിവസങ്ങളാണ് എന്നൊന്നും വിചാരിച്ചുകൊണ്ട് അവൻ അടങ്ങിയിരിക്കുന്നില്ല. പിശാചിനെ നമ്മൾ ചെങ്ങലക്കിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെങ്ങലക്കിടണം, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇല്ലെങ്കിൽ ശൈത്താൻ ഇവിടെയൊക്കെ ഒരു വളരെ ശാന്തമായൊരവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാവണം. അപ്പോൾ ശൈത്താനെ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? ചെങ്ങലക്കിടേണ്ടത്. അത് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ എല്ലായിടും, ഹജ്ജാണെങ്കിലും ഹറമാണെങ്കിലും മദീനയാണെങ്കിലും നമസ്കാരമാണെങ്കിലും എല്ലായിടത്തും അവനെന്ത് ചെയ്യും? ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. റമദാനിലും അങ്ങനെ അവൻ പലതരത്തിലൂടെ ഫിത്നകൾ ഉണ്ടാക്കും. അതിലേറ്റവും വലിയ ഫിത്നയാണ് യഥാർത്ഥത്തിൽ ബദർ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മുസ്ലിം ലോകത്തൊരു വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വഴിയിൽ അറിവ് നടത്തുക എന്ന് പറയുന്നത് പുണ്യമുള്ള കാര്യമാണ്. അത് അള്ളാഹുവിനാണ് നമ്മൾ നൽകേണ്ടത്. നിസ്കാരം പോലെ നോമ്പ് പോലുള്ളൊരു കാര്യമാണെന്ത്? അള്ളാഹുവിൻ്റെ വഴിയിൽ ബലിയിറക്കുക. നോക്കൂ, നിങ്ങൾ കുഞ്ഞുണ്ടായാൽ, ആൺകുട്ടികളുണ്ടായാൽ 2 ആടിനെ അറക്കണം. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ബലി പെരുന്നാളായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആടിനെയും അതുപോലെ തന്നെ മറ്റു ബലിമൃഗങ്ങളെ നമ്മൾ അറക്കുന്നുണ്ട്.
ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ അർക്കുന്നുണ്ട്. ഹജ്ജിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അർക്കുന്നുണ്ട്. വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണെന്ത് അള്ളാഹുവിൻ്റെ വഴിയിലുള്ള അറിവ്. അത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ഫസ്വല്ലി റബ്ബിക വൻഹർ, അള്ളാഹുവിൻ്റെ വഴിയിൽ നീ എന്ത് ചെയ്യുക, അറിവ് നിർവഹിക്കുക എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. എന്നാൽ അത് ഒരാളുടെ ഒരു അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ പേരിലേക്കായി മാറുമ്പോഴും അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ. ലഅനല്ലാഹു, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, മൻ ദഹബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവരെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹ് ശപിച്ചാൽ പിന്നെ ആ മനുഷ്യന് പിന്നെ എന്തിനെങ്കിലും പറ്റുമോ? മനുഷ്യന്മാർ തന്നെ പരസ്പരം ശാപവാക്കുകൾ പറയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു മൃഗത്തെ ശപിച്ചപ്പോൾ അതിനെ നീ എന്ത് ചെയ്യേണ്ട, ഒരു യാത്രാവാഹനമായി നീ ഉപയോഗപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞു, ഒരു വ്യക്തി ശപിച്ചിട്ട്. അപ്പോൾ പിന്നെ അള്ളാഹു ശപിച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ബദർ യുദ്ധം നടന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദീർഘകാലം എന്ത് ചെയ്യുന്നുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. 10-11 വർഷങ്ങളോളം, അഥവാ ഹിജ്റയുടെ 10-11 ആ ഒരു സമയങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണിച്ചു തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇബ്ലീസിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ്. ഇബ്ലീസിന് ഒരു വൻപാപം ചെയ്തവനേക്കാളും ഇഷ്ടം ആരെന്നറിയാക്ക്, ബിദഅത്ത് ചെയ്യുന്നവരായ ആളുകൾ. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? അത് മറ്റൊന്നുമല്ല, കാരണം അത് തെറ്റ് ചെയ്യുന്ന മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവും. അച്ഛനെ മാറണല്ലോ എന്നുണ്ട്. അതുകൊണ്ട് അവനിങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടാവും. പക്ഷെ ബിദഅത്ത് ചെയ്യുന്ന ഒരു വ്യക്തി അത് ചെയ്യൂല. അവൻ്റെ മനസ്സിലെന്താ, ഞാൻ എത്ര 10,000 ഉറുപ്പ്യ ഇപ്പോൾ ബദരീങ്ങളാണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളേ, ഏറ്റവും നല്ല മുന്തിയ ഒരു ഇനം ഒരുവിനെ ഈ വർഷം ഞാനത് അർത്തിട്ടുണ്ട്, അതല്ലേ പറയാ, പടച്ചോനെ സ്വീകരിക്കണേ എന്നല്ലേ പറയാ. ഇതാണ് ഇത് ബിദഅത്ത് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. ഇന്ന് നമ്മൾ ഓതുന്ന സൂറത്ത് കഹ്ഫിൽ പോലും ഈ വിഷയം എന്താണ്, അവർ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅൻ, അവർ വിചാരിക്കും ഞങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഒരു നയാ പൈസ, മനസ്സിലായില്ലേ, ഒരു നയാ പൈസ പോലും നമ്മൾ ഈ ബദരീങ്ങളുടെ ആണ്ട് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബത്തെ നമ്മളത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ പരമാവധി നമ്മളത് പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹ് ശപിച്ചു തന്നില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടുന്നാ പറഞ്ഞു. ആരെ? ഈ ടീമിനെ കാണുമ്പോൾ, ബിദഅത്ത് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ. ബിദഅത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ബദരീങ്ങളാണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ ബദരീങ്ങളെ ആണ്ടിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളും വരുന്നുണ്ട്. അന്ന് പള്ളിയിൽ നിന്ന് വന്നൽ മസാജിദിലില്ല, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, അതോടൊപ്പം നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യും, മറ്റൊരാളെയും നിങ്ങൾ പള്ളിയിൽ വെച്ചും ദുആ ചെയ്യരുത്. പള്ളിയിൽ വെച്ച് എന്നുള്ളല്ല, പള്ളിയിൽ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, ഇത് പറയുമ്പോൾ അള്ളാഹുവിനോടൊപ്പം ഒരാളോടും നിങ്ങൾ പ്രാർത്ഥന നിർവഹിക്കരുത് എന്ന് പറയുന്ന അന്ന്, അഥവാ ഈ 17-ൻ്റെ അന്നാണ് എന്ത് ചെയ്യുന്നത്, പള്ളിയിൽ നിന്ന് ഈ ബദർ മൗലിദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നത്. അവരെ ഇടയാളന്മാരാക്കിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയം നമ്മളിവിടെ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്, അമൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തതായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുകയും അതേസമയത്ത് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ആലോചിക്കുക, എനിക്കും വേണമല്ലോ അള്ളാഹുവിൻ്റെ വഴിയിലൊരു അറിവിനുള്ള അവസരം. നമ്മുടെ കുട്ടിയൊക്കെ നമ്മൾ അറിവ് നിർവഹിച്ചണോ ആലോചിക്കുമ്പോൾ, കഴിഞ്ഞ വലിയൊരു നാൾക്ക് നമ്മൾക്ക് അറിവിനെ നമുക്ക് കൂടാൻ പറ്റുമോ ചിന്തിക്കുക നമ്മൾ. ഇനി അതൊന്നും വേണ്ട സഹോദരങ്ങളെ, നമുക്കൊരു ഉരുവിനെടുത്തിട്ട് എന്ത് ചെയ്യുക, റമദാനാ വരുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് റമദാനിലും അല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ അയൽപക്കങ്ങൾ, നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു നേരത്തെ ബീഫ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇറച്ചി വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ അറിവ് നിർവഹിച്ചത് കൊടുക്കുക. ബിസ്മില്ലാ എന്ന് വെച്ചാൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അറിവ് നിർവഹിച്ചത് കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് മുമ്പിൽ നന്ദി കാണിക്കാനുള്ള വഴിയാണ്. അതെവിടെ പറഞ്ഞേ, എല്ലാവർക്കും അറിയാവുന്ന സൂറത്തിലാണ്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ അറിവിന് ഇനി എന്ത് ബിസ്മി ചൊല്ലിട്ടല്ലേ അർക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഒരു കാരക്കയുടെ ചീള് ഉപയോഗിച്ചു കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളി, നരകത്തുനിന്ന് രക്ഷപ്പെട്ടോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരക്ക ചീള് ഉപയോഗിച്ചു കൊണ്ടെങ്കിലും ഈ ബദരീങ്ങളെ പറ്റിയിട്ട് ബദരീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബദരീങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ബദരീങ്ങളെ നോക്കി, അഥവാ ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കിയിട്ട് അല്ലാഹ് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ നിങ്ങൾ ചെയ്തോളി എന്നാണ് പറഞ്ഞത്.
നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. അത്രമാത്രം പ്രാധാന്യവും മഹത്വവും അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ചില്ലറക്കാരല്ല, അവർ സ്വർഗീയ ആരാമങ്ങളിൽ അവരെന്ത് പറന്നുല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരടുത്തേക്ക് നമുക്ക് പോകണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ അതാ പറഞ്ഞേ, വർഫ ദർജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുവേ മഹ്ദിയീങ്ങളുടെ കൂട്ടത്തിൽ അവരെ നീ ഉയർത്ത്. നമ്മളെ റൂഹാട് പിടിക്കുമ്പോഴേ നമുക്ക് പോവാനുള്ള അവർക്ക് അടുത്തേക്കാം. പക്ഷെ അവരടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം. ഈ വിഷയങ്ങൾക്ക് നമുക്ക് നല്ല ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ബിദ്അത്തുകളിൽ നിന്നൊക്കെ നമ്മൾ മുക്തരായി ഇത് ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നതും കൂടെ ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏത് സമയത്തും മരണം. ഇപ്പോൾ ഇന്നലെ രാവിലെ സുബൈക്കുണ്ടായിരുന്ന ഒരാൾ വൈകുന്നേരം ആയപ്പോഴേക്കും അയാളെ എന്ത് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ മണ്ണിനടിയിലേക്ക് ഖബറിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതുപോലെയാണ് മരണം നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും മലക്കുൽ മൗത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോകാനുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ അടുത്ത ഒരു റമദാനിൻ്റെ സമയം ഖബറിൽ വെച്ചുകൊണ്ടുള്ളൊരു വിലാപം, പഠിച്ചോനെ കഴിഞ്ഞ റമദാനിൽ ഒന്ന് മാറ്റം വരുത്തിയിട്ട് കുറച്ചെങ്കിലും അമൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവാൻ പാടില്ല. അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. വലത് കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു ഞങ്ങളെ നേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ.